നമ്മൾ വന്നിരിക്കാനൊരു ബഗീച്ചയിൽ. അപ്പോൾ നമ്മളുടെ ഒരു പശു പ്രസവിച്ച് കുഞ്ഞ് തന്നെ. അപ്പോൾ ഇതാണ് പശു മുന്നി, ഇതിൻ്റെ പേര്. എൻ്റെ കുട്ടി ഇതേൻ്റെ നന്ദി എൻ്റെ പേര്. അപ്പോൾ കുറേ ഹായ് പറ മുന്നി, ഹായ്. പക്ഷെ അതപ്പന ഹായ് ഒന്നും പറയുന്നില്ല. ഹായ് നന്ദി, നന്ദി ഹായ്. അപ്പോൾ ഇതേൻ്റെ അമ്മ അസൂയപ്പെട്ട് നിൽക്കുക ഇവിടെ. ഹായ് പറമ്മ. അപ്പോൾ ഇത് നമ്മളുടെ ബഗീച്ചയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ പട്ടിക്കുട്ടീനെ ഇന്ന് കൊണ്ടുവന്നായിരുന്നു. ഹായ് പറ, എൻ്റെ പേരാണ് ചോട്ടു. ഹായ്. അപ്പോൾ അതിനെ കണ്ടിട്ട് പൂച്ച എൻ്റെ അച്ഛൻ്റെ മേലെ കയറി ഇരിക്കുക. ഹലോ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? അപ്പോൾ ഇതേൻ്റെ അതെൻ്റെ അച്ഛൻ്റെ പുറകെ പോവാം. അപ്പോൾ നമ്മൾക്ക് വേറെ പശുക്കളിനെ കാണാം. അപ്പോൾ ഇതേൻ്റെ ഇതാണ് നമ്മളുടെ പാരു. പാരു പാരു ഹായ് പറ പാരു. ഹായ്. അപ്പോൾ നമുക്ക് വേറെ കാണാം. ഇവിടെ ഈ അടുത്തുണ്ട്. ഇതിൻ്റെ പേരാണ് കല്യാണി. കല്യാണി ഹായ് പറ കല്യാണി. ഹായ്. അപ്പോൾ കല്യാണി ഉറങ്ങുക തിന്നിട്ട്. തിന്നില്ലെന്ന് പറയാ. ഇതാണ് ലോത്തി. അതിൻ്റെ അടുത്ത് പോകാൻ പറ്റൂല, പുതിയ വാങ്ങിയ പശുവാ. ഹായ് ലോത്തി. ഹായ്. കണ്ട, അടുത്ത് പോയാൽ ഇത് എൻ്റെ വയറിൽ 2 ഓട്ടിയാക്കി തരും. അപ്പോൾ ഇതാണ് നമ്മളുടെ മണിക്കുട്ടി. കുറേ പാല് തരുന്ന പശുവാണ് ഇത്. ഹായ് മണിക്കുട്ടി. കണ്ട, ഇപ്പോൾ ഇന്ന് ദൂരെ നിൽക്കുന്നേ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വേറെ പശുക്കളുടെ അടുത്തും പോവാം. ഇത് നമ്മളുടെ സെക്കൻഡ് ചെറിയ പശുക്കുട്ടിയാണ്. ഇതിൻ്റെ പേര് നന്ദിനിയാ. ഹായ് നന്ദിനി. ഹായ്. ആഗസ്റ്റിൽ ഇതിൻ്റെ ബർത്ത്ഡേ ആണ്. ഹായ്. അവിടെ എൻ്റെ അച്ഛൻ കുറേ നിർബന്ധിക്കുക പൂച്ചേനെ താഴെ ഇറങ്ങാൻ. പക്ഷെ പൂച്ച ഇറങ്ങുന്നില്ല. പട്ടിക്കുട്ടീൻ്റെ അങ്ങനെ ചവിട്ട് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ലക്ഷ്മീൻ്റെ അടുത്ത് പോവാം. ലക്ഷ്മി, എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്. ലക്ഷ്മി ഹായ്. ലക്ഷ്മി ഹായ് പറ. ഇതാണ് ലക്ഷ്മി, നമ്മളുടെ പശു. ഹായ്. എൻ്റെ പട്ടിക്കുട്ടി എന്തെന്തോ പറയാ. ബാ ചോട്ടു ബാ. ചോട്ടുന് ഇപ്പോൾ ഒരു ചവിട്ട് കിട്ടാൻ പോവാണ്. ബാ ചോട്ടു, ബാ ചോട്ടു. ശരി, അപ്പം നമ്മൾക്ക് വേറെ ഇതാണ് നമ്മളുടെ പ്ലാവ്. അതിൽ കുറേ ചക്കയായിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് പറുത്തിട്ട് വേണം തിന്നാൻ. നല്ല മരം പറുത്താൻ നല്ലതായിരുന്നു. ഇപ്പോൾ ഇത് കച്ചയാ. അപ്പോൾ നമ്മൾക്ക് അടുത്ത് പോയി നോക്കാം. ഇവിടെ താഴെ ഒരെണ്ണമുണ്ട്. ഇതേണ്ട നിങ്ങൾ കാണാതിരിക്കും. ഇതേണ്ട എത്ര ചെറിയ കണ്ടോ, മേലെ കയറാൻ പറ്റൂല. അപ്പോൾ ഇത് ഇത് പുതിയൊരു ജോപ്പിടി പണിക്കുക പശുക്കൾക്ക് വേണ്ടി. അതിച്ചിരി തട്ടിക്കൂട്ടിയ ജോപ്പിടിയാണ്. അവിടെ ഒരെണ്ണം പണിക്കാനുണ്ട്. അപ്പോൾ ഈ ജോപ്പിടി ഇപ്പോൾ നമ്മളിവിടെ പുതിയത് വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പണി നടക്കുക. ഇച്ചിരി കാശിട്ട്